സ്മോൾ ബ്രസ്റ്റ് ആണെങ്കിൽ മിൽക്ക് കുറവായിരിക്കും. മിത്ത് ഓർ ട്രൂത്ത്? ഹായ്, ഞാൻ ഡോക്ടർ അസിയ മെഹറിൻ. ഇതൊരു മിത്താണ്. ബ്രസ്റ്റ് സൈസും മിൽക്ക് പ്രൊഡക്ഷനും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. ബ്രസ്റ്റ് സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാറ്റ് ടിഷ്യൂ ആണ്. ഫാറ്റ് ടിഷ്യൂ കൂടുതലാണെങ്കിൽ ബ്രസ്റ്റ് സൈസ് കൂടുതലായിരിക്കും, ഫാറ്റ് ടിഷ്യൂ കുറവാണെങ്കിൽ ബ്രസ്റ്റ് സൈസ് കുറവായിരിക്കും. മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രസ്റ്റിലുള്ള ഗ്ലാൻഡുലാർ ടിഷ്യൂ ആണ്. ഗ്ലാൻഡുലാർ ടിഷ്യൂവിന്റെ എമൗണ്ട് മിക്ക സ്ത്രീകളിലും ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഇനി ഗ്ലാൻഡുലാർ ടിഷ്യൂ കുറവാണെങ്കിലും അത് നമുക്ക് ബ്രസ്റ്റ് സൈസ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബേബി സക്ക് ചെയ്യുമ്പോൾ ബ്രെയിനിലേക്ക് സിഗ്നൽസ് പോകും, അങ്ങനെ ഹോർമോൺസ് റിലീസ് ചെയ്യും, അതുവഴി മിൽക്ക് പ്രൊഡക്ഷൻ കൂടും. ഇനി മിൽക്ക് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രീക്വന്റ് ഫീഡിംഗ് ആണ്. ഫ്രീക്വന്റ് ഫീഡിംഗ് ആണ് കീ ടു മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഫീഡിങ് കൂടുമ്പോൾ മിൽക്ക് പ്രൊഡക്ഷൻ കൂടും, ഫീഡിങ് കുറഞ്ഞാൽ മിൽക്ക് പ്രൊഡക്ഷൻ കുറയും. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മിൽക്കിന്റെ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ? ബേബി കറക്റ്റ് ആയിട്ടാണോ ലാൻഡ് ചെയ്യുന്നതെന്ന് നോക്കുക. പ്രോപ്പർ ലാൻഡ് അല്ലെങ്കിൽ അത് മിൽക്ക് പ്രൊഡക്ഷൻ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അമ്മ സ്ട്രെസ്ഡ് ആണ്, ഇല്ലെങ്കിൽ വല്ലാണ്ട് ടയേർഡ് ആണെങ്കിലൊക്കെ അത് മിൽക്ക് പ്രൊഡക്ഷൻ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീക്വന്റ് ഫീഡിങ്ങും മിൽക്ക് പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അമ്മയ്ക്ക് എന്തെങ്കിലും ഹോർമോണൽ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ കുറയാം, അത് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അപ്പോൾ ഒരിക്കലും ബ്രസ്റ്റ് സൈസും മിൽക്ക് പ്രൊഡക്ഷനും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. സേവ് ദിസ് ഫോർ ലേറ്റർ ആൻഡ് ഷെയർ വിത്ത് ന്യൂ മോംസ്.